Welcome to Classical Mechanics for MSc students. ചിലരൊക്കെ എൻ്റെ മെയിൽ ID വേണം, ഫോൺ നമ്പർ വേണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. ഞാൻ ഒന്നിന് റിപ്ലൈ കൊടുത്തത് നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് അയച്ചു തരിക. എനിക്ക് ആ പോസ്റ്റിങ്ങിലിട്ടാൽ മതി, കമൻറ്റ് ബോക്സിലിട്ടാൽ മതി, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. മെയിൽ ID തരുന്നതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്താൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് ഇൻറ്ററാക്ഷൻസ് നടത്താം. അത് താല്പര്യമുള്ളവർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ റിജിഡ് ബോഡി കൈനറ്റിക്സിലോട്ട് കൂടെ കടക്കുക. നമ്മൾ ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാരലായിട്ട് പോകും. റിജിഡ് ബോഡി ഡൈനാമിക്സ് അതിൻ്റെ കൂടെ പോകും. അത് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ കൊടുക്കും. നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അത് മെട്രിക്സ് ഓപ്പറേറ്ററായിട്ട് ഒക്കെ എങ്ങനെ വരുന്നു എന്ന് ഒന്ന് കാണാം. ഇതിപ്പോൾ ഒരു റിജിഡ് ബോഡിയാണ്. രണ്ട് ആക്സസ് സിസ്റ്റങ്ങൾ സാധാരണ ഈ റിജിഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഒന്ന് ലബോറട്ടറി ഫ്രെയിം, അതായത് നമുക്ക് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം, അതിനെ നമ്മൾ സ്പേസ് ആക്സസ് എന്നാണ് വിളിക്കുക. മറ്റൊന്ന് ആ റിജിഡ് ബോഡിയിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഒറിജിനായിട്ട് എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന കോർഡിനേറ്റ് ആക്സസ് സിസ്റ്റം, അതിനെ ബോഡി ആക്സസ് സിസ്റ്റം എന്നാണ് വിളിക്കുക. ഈ ഫിക്സഡ് പോയിൻ്റ് സെൻറ്റർ ഓഫ് മാസ് തിരഞ്ഞെടുക്കുന്നതാണ് സൗകര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസായി കാണിച്ചിരിക്കുന്നത്. ഇതിൽ അനേകം പാർട്ടിക്കിൾസ് ഉണ്ട്. M1, M2, M3 ഇങ്ങനെ മാസസ് ഉള്ള അനേകം പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് മൂവ് ചെയ്യുന്നു. ഒമേഗ ആംഗുലാർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അബൌട്ട് ദിസ് പോയിൻറ്റ് ഈ ith പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ RI, ഇതിൻ്റെ ലീനിയർ വെലോസിറ്റി VI. ഏത് പാർട്ടിക്കിൾ എടുത്താലും ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും. എങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി എൻറ്റയർ ബോഡി, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ R×P, R× ലീനിയർ മൊമെൻറ്റം, അല്ലെ R×mv. അപ്പോൾ ith പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം RI×mi VI. എങ്കിൽ ഈ റിജിഡ് ബോഡിയുടെ മൊത്തം ആംഗുലാർ മൊമെൻറ്റ് σ/I ഓഫ് RI×mi VI. ദിസ് ഈസ് ഈക്വൽ ടു mi ഒരു സ്കെയിലറാ, അപ്പോൾ mi × RI×vi. ഇനി VI ലീനിയർ വെലോസിറ്റി ഈസ് ദി ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് പൊസിഷൻ വെക്ടർ. VI ഈക്വൽസ് ω×RI. ഇതൊക്കെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L ഈക്വൽസ് σ/I ഓഫ് mi RI×VIക്ക് വരെ ω×RI. ഇതിപ്പോൾ ഒരു ട്രിപ്പിൾ പ്രോഡക്റ്റാണ്. A×B×C എന്ന് പറഞ്ഞാൽ B × A.C മൈനസ് C × A.B. ഒരു ഐഡൻറ്റിറ്റിയാണ്. ബാക്ക് മൈനസ് ക്യാബ് എന്നോർത്താൽ മതി. ഇവിടെ ഇപ്പോൾ A×B×C, അപ്പോൾ ബാക്ക് ഒമേഗ × RI×RI, RI.RI, ദറ്റ് ഈസ് RI² മൈനസ് ക്യാബ് C RI × A.B, ദറ്റ് ഈസ് RI.omega. ലെറ്റ് ഇറ്റ് ബി ക്വസ്റ്റ്യൻ 1. ഇനി ഒമേഗ എന്ന് പറയുമ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് അതിനെ കമ്പോണൻസ് ആയിട്ട് എഴുതുമ്പോൾ ഒമേഗ ഈസ് I⍵x പ്ലസ് J⍵y പ്ലസ് K⍵z. ഇതുപോലെ പൊസിഷൻ വെക്ടർ RI ഈക്വൽസ് IXI പ്ലസ് ith പാർട്ടിക്കിളിൻ്റെ പറയുന്നത് പ്ലസ് JYI പ്ലസ് KZI.
അതുപോലെ ആർ ഐയുടെ മോഡുലസ് ആർ ഐ സ്ക്വയർ ഈക്വൽസ് എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ഇനി ഇതിനകത്തെ ഫസ്റ്റ് ടേം എടുക്കുക. ഒമേഗ, ഇതിലെ ഫസ്റ്റ് ഈ ടേം ഒമേഗ ആർ ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒമേഗ ഈസ് ഐ ഒമേഗ എക്സ് പ്ലസ് ജെ ഒമേഗ വൈ പ്ലസ് കെ ഒമേഗ ഇസഡ് ഇൻറ്റു ആർ ഐ സ്ക്വയർ ഈസ് എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ഇങ്ങനെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഐ വരുന്ന ടേം, ഐ ക്യാപ്പ് വരുന്ന ടേം. അപ്പോൾ ഐ ഒമേഗ എക്സ് ഇൻറ്റു ദിസ് മച്ച്, ഐ ഒമേഗ എക്സ് ഇൻറ്റു എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ദാറ്റ് ഈസ് ആർ ഐ ഇത് കിട്ടി. ഇതുപോലെ സെക്കൻഡ് ടേം ഓഫ് ഇക്വേഷൻ 1 ഈസ് ആർ ഐ ഇൻറ്റു ആർ ഐ ഡോട്ട് ഒമേഗ. ദാറ്റ് ഈസ് ആർ ഐ ഈസ് ഐ എക്സ് ഐ പ്ലസ് ജെ വൈ ഐ പ്ലസ് കെ ഇസഡ് ഐ ഇൻറ്റു ഒമേഗ. ആർ ഐ ഡോട്ട് ഒമേഗ എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി, A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. അപ്പോൾ അത് വെച്ച് എടുക്കുമ്പോൾ എക്സ് ഐ ഒമേഗ എക്സ് പ്ലസ് വൈ ഐ ഒമേഗ വൈ പ്ലസ് ഇസഡ് ഐ ഒമേഗ ഇസഡ്. എക്സ് ഐ എ ഡോട്ട് ബി A1 AX BX പ്ലസ് AY BY പ്ലസ് AZ BZ എന്നുള്ള ഫോം. ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഐ എക്സ് ഐ ഇൻറ്റു ദിസ് മച്ച്, ഐ കമ്പോണൻറ്റ് ഐ ക്യാപ്പ് ഇൻറ്റു എക്സ് ഐ ഇൻറ്റു എക്സ് ഐ ഒമേഗ എക്സ് പ്ലസ് വൈ ഐ ഒമേഗ വൈ പ്ലസ് ഇസഡ് ഐ ഒമേഗ ഇസഡ്. എങ്കിൽ എക്സ് കമ്പോണൻ്റ് ഓഫ് ദി ആംഗുലാർ മൊമെൻറ്റം എൽ എക്സ് ഈക്വൽസ്, ഈ ഇക്വേഷൻ 1 ഈ എക്സ് കമ്പോണൻറ്റ് മാത്രം കൊടുക്കുക. അപ്പോൾ സിഗ്മ ഓവർ ഐ എം ഐ ഇൻറ്റു ആദ്യത്തെ എക്സ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ ഐ ക്യാപ്പ് അങ്ങ് കളയാം. അപ്പോൾ ഒമേഗ എക്സ് ഇൻറ്റു എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ മൈനസ് ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഐ ഇൻറ്റു എക്സ് ഐ ഒമേഗ എക്സ് പ്ലസ് വൈ ഐ ഒമേഗ വൈ പ്ലസ് ഇസഡ് ഐ ഒമേഗ ഇസഡ് ഈക്വൽ സിഗ്മ ഓവർ ഐ എം ഐ. ഇതിപ്പോൾ ഒമേഗ എക്സ് എക്സ് ഐ സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒമേഗ എക്സ് ഐ സ്ക്വയർ വേണ്ടി ടേമുണ്ട്, അത് മൈനസും ഇത് പ്ലസും അത് ക്യാൻസൽ ചെയ്യും. പോയിട്ട് ബാക്കി ഒമേഗ എക്സ് ഇൻറ്റു വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ വൈ ഐ ഒമേഗ വൈ മൈനസ് എക്സ് ഐ ഇസഡ് ഐ ഒമേഗ ഇസഡ്. ഇനി വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ സ്ക്വയറാണ്. കാരണം ആർ ഐ സ്ക്വയർ ഈക്വൽസ് എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ചുരുക്കത്തിൽ എൽ എക്സ് ഈക്വൽസ് സിഗ്മ ഓവർ ഐ ഒമേഗ എക്സ് ഇൻറ്റു എം ഐ ഇൻറ്റു വൈ ആർ ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ ഓവർ ഐ, സിഗ്മ 3 സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, ഒമേഗ വൈ ഇൻറ്റു എക്സ് ഐ എം ഐ എക്സ് ഐ വൈ ഐ മൈനസ് സിഗ്മ ഓവർ ഐ ഒമേഗ ഇസഡ് എം ഐ ഇൻറ്റു എക്സ് ഐ ഇസഡ് ഐ. ഇതൊന്ന് റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എൽ എക്സ് ഈക്വൽസ് സിഗ്മ ഓവർ ഐ എം ഐ ആർ ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു ഒമേഗ എക്സ് മൈനസ് സിഗ്മ ഓവർ ഐ എം ഐ എക്സ് ഐ വൈ ഐ ഇൻറ്റു ഒമേഗ വൈ മൈനസ് സിഗ്മ ഓവർ ഐ എം ഐ എക്സ് ഐ ഇസഡ് ഐ ഒമേഗ ഇസഡ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് ഐ എക്സ് എക്സ് എന്ന് കൊടുക്കുന്നു, ദിസ് ഈസ് ഐ എക്സ് വൈ, ഇതിനെ പ്രോഡക്റ്റ് ഇനേർഷ്യ എന്ന് പറയും, എം ആർ സ്ക്വയർ. ഇത് എക്സ് ഐ വൈ ഐ എന്ന് പറയുമ്പോൾ പവർ 2 ഇതൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇതിന് പ്രോഡക്റ്റ് ഇനേർഷ്യ എന്നാണ് പറയുക. എക്സിൻ്റെയും വൈയുടെയും പ്രോഡക്റ്റാണ്, കോർഡിനേറ്റിൻ്റെ പ്രോഡക്റ്റാണ് ഇവിടെ വരുന്നത്. ഇതും പ്രോഡക്റ്റ് ഇനേർഷ്യ. അപ്പോൾ ഈ
ഇത് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. Lx ഈക്വൽസ് ഇത് നമ്മൾ IXX എന്ന് കൊടുക്കുന്നു, ഒമേഗ എക്സ് പ്ലസ് IXY എന്ന് കൊടുക്കുന്നു. ഇതിനെ പ്രോഡക്റ്റ് ഇനേർഷ്യ ഒമേഗ വൈ പ്ലസ് IXZ ഒമേഗ ഇസഡ്. ഇതുപോലെ വൈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വൈ കമ്പോണൻ്റ് ഇസഡ് കമ്പോണൻ്റ് നമുക്ക് എഴുതാം, നേരിട്ടങ്ങ് എഴുതാം. Ly ഈക്വൽസ് IYX ഒമേഗ എക്സ് പ്ലസ് IYY ഒമേഗ വൈ പ്ലസ് IYZ ഒമേഗ ഇസഡ് ആൻഡ് LZ ഈക്വൽസ് IZX ഒമേഗ എക്സ് പ്ലസ് IZY ഒമേഗ വൈ പ്ലസ് IZZ ഒമേഗ ഇസഡ്. ഇത് നമ്മുടെ ട്രാൻസ്ഫോർമേഷനിലൊക്കെ കണ്ടിട്ടുള്ള. ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാം. അപ്പോൾ മെട്രിക്സ് Lx Ly Lz ഈക്വൽസ് ഈ IXX IXY IYY IZY ഇതിനെല്ലാം നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കുക. അതെല്ലാം കൂടെ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. എലമെൻറ്റ്സ് IXX IXY IXZ IYX IYY IYZ IZX IZY IZZ ഇൻറ്റു ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡ്. ഇത് നമ്മൾ ഒരു കോമ്പാക്ട് ഫോമിൽ എഴുതുമ്പോൾ ആംഗുലാർ മൊമെൻ്റ് ഓഫ് എ റിജിഡ് ബോഡി L ഈക്വൽസ് I ഒമേഗ. ഈ I എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ഓപ്പറേറ്ററായിട്ട് ഇപ്പം മാറി. അപ്പോൾ I ഈസ് എ മെട്രിക്സ് ഓപ്പറേറ്റർ ഹൂസ് എലമെൻറ്റ്സ് ആർ ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കോഎഫിഷ്യൻസ്. ഇത് ഒരു ടെൻസർ കമ്പോണൻസ് ആയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളും അടുത്ത പോസ്റ്റിങ്സിൽ കാണും. ഇത് പ്ലേലിസ്റ്റ് ഞാൻ റിജിഡ് ബോഡി എന്ന് കൊടുത്തിട്ട് റിജിഡ് ബോഡി ഡൈനാമിക്സ് എന്ന് കൊടുത്ത് പ്രത്യേകം പ്ലേലിസ്റ്റിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുക. താങ്ക് യു.